നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ്. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന അവകാശവാദങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ആക്രമണങ്ങൾ ഗൾഫ് മേഖലയെ വലിയൊരു യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാനിലെ വിവിധ നഗരങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ഇതിന് തിരിച്ചടിയായാണ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടി. ഈ മേഖലയിലൂടെയുള്ള എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗതാഗതവും തടയുമെന്നും ഇറാൻ സൈനിക കമാൻഡർ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇറാനിലെ സിരിക്, മിനാബ് എന്നിവിടങ്ങളിലെ ശക്തമായ സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബന്ദർ അബ്ബാസ്, ഷേഖ് ദീപ്, ഗോർഗൻ എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ പ്രകോപനങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ ആക്രമണം എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടന്നതെന്നും ഇത് ഇനിയും തുടരുമെന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് നൽകുന്ന മുന്നറിയിപ്പ്. ഞങ്ങൾ ഇന്നലെ അവരെ ശക്തമായി ആക്രമിച്ചുവെന്നും ഇന്നും അത് തുടരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണങ്ങളെ കുറിച്ച് പ്രതികരിച്ചത്. ഒരു പുതിയ കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധം വ്യക്തമാക്കിയത്. കടലിടുക്ക് ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ലക്ഷ്യമിടുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാന്റെ വിലക്ക് ലംഘിച്ച് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കപ്പൽ ഗതാഗതം ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുന്നു എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ആക്രമണം നടത്താൻ ഇറാൻ ഉദ്യോഗസ്ഥർ തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതായാണ് ട്രംപിന്റെ മറ്റൊരു അവകാശവാദം. എന്നാലും ഇറാൻ ഈ വാദം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇത് ട്രംപിന്റെ വ്യാജ പ്രചരണം മാത്രമാണ്, അല്ലാതെ ഇതിന് മറ്റൊന്നും പറയാനാകില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇരു രാജ്യങ്ങളും സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ ആഗോള ഊർജ വിതരണത്തെയും സമുദ്ര വ്യാപാരത്തെയും ബാധിക്കുമെന്ന ആശങ്ക ശക്തമായത്. അമേരിക്കൻ സൈന്യം ഇറാനിലെ ഹോർമോസ് ഖാൻ പ്രവിശ്യയിൽ നടത്തിയ വ്യോമാക്രമണത്തോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. ഇറാൻ ഒരു അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് പ്രതികാരമായാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ടെലികോം മാസ്റ്റുകളും ജലസംഭരണികളും തകർക്കപ്പെട്ടു. ഇത് ആയിരക്കണക്കിന് ഇറാനികൾക്ക് കുടിവെള്ളം നഷ്ടപ്പെടാൻ കാരണമായി. ഇതിന് മറുപടിയായാണ്, അതായത് ഇതിന് ശക്തമായ മറുപടി നൽകുകൊണ്ടാണ് കുവൈറ്റിലെയും ജോർദാനിലെയും അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയത്. ജോർദാനിലെ അൽ അസ്ഹറിലുള്ള അമേരിക്കൻ F-35 ഫൈറ്റർ നെസ്റ്റുകളും കമാൻഡർ സെന്ററുകളും ആക്രമിക്കപ്പെട്ടതായാണ് ഇറാന്റെ അവകാശവാദം. ജോർദാൻ സൈന്യം 5 മിസൈലുകൾ വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ടുകൾ പരക്കിയുണ്ട്. എന്തായാലും ഏപ്രിൽ 8 മുതൽ നിലവിൽ നിന്നിരുന്ന വെടിനിർത്തൽ കരാർ ഫലത്തിൽ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. ആണവായുധ നിർമ്മാണം, യുറേനിയം സമ്പുഷ്ടീകരണം, ആണവ സൈറ്റുകളിലെ പരിശോധന തുടങ്ങിയ വിഷയങ്ങൾ ഒത്തുതീർപ്പുകളിലെത്തിയാൻ 2 രാജ്യങ്ങളും പെടാപ്പാടുപെടുകയാണ്. ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം കൈമാറാൻ വിസമ്മതിക്കുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ താൽക്കാലികമായ ഒരു ആശ്വാസം നൽകുന്നുണ്ട് എങ്കിലും ട്രംപിന്റെയും ഇറാന്റെയും പരസ്പരമുള്ള ഭീഷണികൾ സമാധാന സാധ്യതകളെ അനിശ്ചിതത്വത്തിൽ ആക്കുകയാണ്. അമേരിക്കൻ മധ്യന്തര തെരഞ്ഞെടുപ്പുകളെ അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഈ സമാധാന കരാർ ഉണ്ടാകുമെന്നാണ് നേരത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അവകാശപ്പെട്ടിരുന്നത്. നിലവിലെ സാഹചര്യം ഒട്ടും അതിന് അനുകൂലമായത് അല്ല. കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ്. സമാധാനവും ബോംബും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് ഈ സംഘർഷം നൽകുന്ന പാഠം. ഈ സംഘർഷം എന്നല്ല, ഏതൊരു സംഘർഷവും യുദ്ധവും സമാധാനവും ഒരുമിച്ച് പോകില്ല. യുദ്ധം സമാധാനത്തിന് വഴിമാറിയാൽ മാത്രമേ സമാധാനം ശക്തമാവുകയുള്ളൂ. ഏതായാലും നയതന്ത്ര തല ചർച്ചകൾ നടക്കുമ്പോഴും സൈനിക നടപടികൾ തുടരുന്നത് മേഖലയിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ പ്രതിസന്ധിക്ക് എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ അതൊരു വലിയ ആഗോള പ്രത്യാഘാതത്തിലേക്ക് നയിച്ചേക്കും. സമാധാനത്തിന്റെ പേരിൽ പുതിയ തീയതികൾ പ്രഖ്യാപിക്കുമ്പോൾ വ്യവസ്ഥകളും ഉപാധികൾക്കും അപ്പുറം സുസ്ഥിരമായ ഒരു ശാന്തി തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്.